ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മത്തായി ശ്ലീഹ 10:16. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. യെസ്, കർത്താവിൻ്റെ വേലയ്ക്കായി ഇറങ്ങിത്തിരിക്കുന്നവരോട് കർത്താവ് ചില സൂചനകൾ നൽകുന്നുണ്ട്. വീണ്ടും കർത്താവ് 10:17 അരുളി ചെയ്യുന്നു, മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അവർ തങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് നിങ്ങളെ മർദ്ദിക്കും. അതെ, അന്ന് ശാരീരികമായ മർദ്ദനമായിരുന്നെങ്കിൽ ഇന്ന് മാനസികമായ മർദ്ദനത്തിലൂടെയാണ് നാം ഇരയാകുന്നത്. സ്നേഹമുള്ളവരെ, ഈ പീഡനകാലങ്ങളിലൊക്കെയും നാം എന്താണ് ചെയ്യേണ്ടതെന്ന് അടുത്ത വചനത്തിൽ കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്. മത്തായി ശ്ലീഹ 10:26 ഇങ്ങനെ അരുളി ചെയ്യുന്നു, നിങ്ങളവരെ ഭയപ്പെടേണ്ട, എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. അതെ, നമുക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും അമ്പെയ്യുമ്പോൾ കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തുകയാണ്. ഭയപ്പെടേണ്ട, ഭയം കൂടാതെ നിങ്ങൾ എനിക്ക് സാക്ഷ്യം നൽകുവിനെന്ന്. വീണ്ടും ആരെ ഭയപ്പെടണം, ആരെ ഭയപ്പെടരുതെന്ന് കർത്താവ് വീണ്ടും മത്തായി 26 അരുളി ചെയ്യുന്നു. നിങ്ങളവരെ ഭയപ്പെടേണ്ട, കാരണം ശരീരത്തെയും ആത്മാവിനെയും കൊല്ലാൻ, ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഭയപ്പെടേണ്ട. എന്തെന്നാൽ ശരീരത്തെയും ആത്മാവിനെയും ഇരയാക്കുവാൻ കഴിവുള്ളവനെ ഭയപ്പെടുവിനെന്ന്. യെസ്, കർത്താവിനെ ഭയപ്പെട്ടാൽ മതി, മനുഷ്യരെ ഭയപ്പെടേണ്ടെന്ന് വളരെ വ്യക്തമായി ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്നേഹപിതാവായ നല്ല തമ്പുരാനെ, ഞങ്ങളുടെ സാക്ഷ്യം വഹിക്കുന്ന സമയത്ത്, കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ പീഡനങ്ങളെക്കുറിച്ചും ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയാണല്ലോ ചെയ്തത്. എന്നാൽ ഈ പീഡനങ്ങൾക്കെല്ലാം ഒടുവിൽ മത്തായി ശ്ലീഹ 10:32 അങ്ങ് അരുളി ചെയ്യുന്നുണ്ട്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയുമെന്ന്. സ്നേഹപിതാവായ നല്ല തമ്പുരാനെ, ഞങ്ങൾക്കുള്ള കിരീടം അതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈശോനാഥ, പാപികളും ബലഹീനരും അയോഗ്യരുമായ ഞങ്ങൾക്ക് വരുന്ന വീഴ്ചകളെയും താഴ്ചകളെയും കർത്താവേ അങ്ങയുടെ സഹായത്താൽ ശക്തിയാക്കി മാറ്റണമേ. ആമേൻ.